ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദീനയിലാട്ടുള്ളത്. ഹിജ്റ വന്നതിന് ശേഷമാണ് നമ്മളെ ഹിജ്റ വർഷം എന്ത് ചെയ്യുന്നത് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തെ വർഷത്തിലാണ് എന്തുണ്ടാകുന്നത് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധമൊക്കെ നമ്മൾ കേട്ടിട്ടില്ല ചരിത്രം. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടായ ഒരു യുദ്ധമാണ്. മലക്കുകളൊക്കെ ഇറങ്ങിയിട്ട് സഹായിച്ചു എന്ന് പറഞ്ഞില്ലേ. 70ഓളം പേരാണ് വധിക്കപ്പെട്ടത്. അബൂജഹൽ, ഖുതബത്ത്, ഷൈബത്തൊക്കെ വധിക്കപ്പെടുന്നത് ബദർ യുദ്ധത്തിലാണ്. 70ഓളം യുദ്ധ തടവുകാരെ ലഭിച്ചു. ഗനീമത്ത് യുദ്ധമതിലുകളൊക്കെ യഥേഷ്ടം ലഭിച്ച ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം, ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് മക്കാര് വെല്ലുവിളിച്ചു. സഹാബികളൊക്കെ നബിതങ്ങളെ ലക്ഷ്യമെന്ന് പറയുന്ന മദീനക്ക് അകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ശത്രുക്കളെ തടയുക എന്നുള്ളതായിരുന്നു. പക്ഷെ ചെറുപ്പക്കാരായ സഹാബികൾ അവർ പറഞ്ഞു, അള്ളാഹ് റസൂലെ, നമുക്ക് എന്ത് ചെയ്യാം, മദീനക്ക് പുറത്തു പോയിട്ട് എന്ത് ചെയ്യാം, യുദ്ധം ചെയ്യാം, പ്രതിരോധിക്കാം എന്ന് പറയാണ്. അവർ നബിതങ്ങൾ എന്ത് ചെയ്തു, അവരെ വാക്കിൽ ഊന്നി നിൽക്കുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ കഴിഞ്ഞു വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3000ഓളം വരുന്ന സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പള്ളിയാണ്, നിസ്കാരക്കുള്ള പള്ളിയാട്ടോ. നമ്മളെ സമയത്തിന്റെ ഒരു ചെറിയ വിഷയമാണ്. രാജു വീണുപോയി കേട്ടോ. ഇവിടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങള് പിന്നെ ഇസ്തിറാഹത്ത് ചെയ്യാന്നറിയും, റെസ്റ്റ് എടുക്കുക. നബിതങ്ങളെ ശരീരത്തിലെ ഒരുപാട് മുറിവുകളൊക്കെ അല്ലേ, അങ്ങനെ മുറിവുകളോടെ വരുന്ന സമയത്ത് നബിതങ്ങളെ മാത്രമാണോ ഇസ്തിറാഹത്ത് ചെയ്യുക? നബിതങ്ങളെ കൂടെ സ്വഹാബികളില്ലേ, അപ്പൊ സ്വഹാബികളും ഇസ്തിറാഹത്ത് ചെയ്തുകൊണ്ട് ഈ പള്ളിയുടെ പേര് കണ്ട, ചെറിയ ബോർഡ് കണ്ട, മസ്ജിദ് മുസ്തറാഹ എന്നാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. 96 പള്ളി പുതുക്കി പണിതായിട്ടും അവിടെ എന്ത് ചെയ്യേണ്ടത് രേഖപ്പെടുത്തി കേട്ടോ. ആ ഉഖദ എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് 700 സഹാബികളാണ്. മകനില്ലേ ഇക്രിമത്ത്, അബൂജഹൽ ശത്രുപാളയത്തിലാണ്. അതേപോലെ മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ 70ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്തത്, എല്ലാ യുദ്ധങ്ങളും വിജയിച്ചു ഇസ്ലാമിന്. മനസ്സിലായോ? ഈ ഭാഗത്താണ്, ഇതാണ് മുൻഭാഗം. പള്ളിയുള്ള ഭാഗല്ലേ, പള്ളിയുള്ള ഭാഗം സഹാബികൾ നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ബേക്ക് ഭാഗം ഉഹുദ് മലയാണ്. ആ മല താണ്ടിയിട്ട് നമ്മളാണോ യുദ്ധത്തിന് വരുമോ? വലിയ മലയാണ്, ഏകദേശം 8 കിലോമീറ്ററോളം നീളം കിടക്കുന്നു. അപ്പൊ അത്രയും വലിയ മലയാണ്. അപ്പൊ ആ മല താണ്ടിയിട്ട് കയറി വരാൻ കഴിയില്ല. ഇനി ആരെങ്കിലും നുഴഞ്ഞു കയറി വരികയാണെങ്കിൽ ആർക്ക് കാണാം? മലയുടെ മുകളിലുള്ളവർക്ക് കാണാൻ പറ്റും. കാണുക മാത്രല്ലല്ലോ, അവര് അമ്പെയ്ത്ത് വിദഗ്ധന്മാരാണ്. അന്നത്തെ കാലത്ത് വേഗത കൂടിയത് കുതിരകളാ, അമ്പും കുതിരയൊക്കെയാണ്. ഇന്നല്ലേ മിസൈലും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് അവര് മുൻഭാഗത്തുണ്ടാകുക. അവര് താഴെയുള്ള സഹാബികളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ മലയുടെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്താ അമ്പെയ്തിട്ട് പ്രതിരോധിക്കാം. മല ഇന്ന് ഒരുപാട് ചെറുതായതാട്ടോ. ഒരുപാട് വർഷം മുന്നേ വന്നവരൊക്കെ അറിയാം. അത്രക്കൂടിയൊക്കെ, ഞാനൊക്കെ വന്നതിന് ശേഷം അത്രക്കൂടിയൊക്കെ ഉണ്ടായിരുന്നു മല. അപ്പൊ വലിയ മലയാണ്, ആളുകൾ കയറി ഇറങ്ങി പോകല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു മലയാണ് ജബൽ റഹ്മാൻ എന്ന് പറയുന്ന മല. നബിതങ്ങളെ കർക്കശമായിട്ടാണ് വസിയത്ത് ചെയ്തത്. നബിതങ്ങളെ പറയാണ്, ഒരു വലിയൊരു പക്ഷി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലായ എന്നെ താഴ്ത്തിക്കൊണ്ടുപോവുകയാണ് എന്ന് കരുതുക, സങ്കല്പിക്കുക. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ റസൂലിനെ തന്നെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂലേ. അങ്ങനെ വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയും രണ്ടാമത് നബിതങ്ങളെ ഭയപ്പെട്ട സംഭവം നടക്കുകയാണ്. മലയുടെ മുകളിലുള്ളവരെന്ത് ചെയ്താണ്? താഴെ ഇറങ്ങിയതാണ് അല്ലെ, മുതലിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് ബേക്ക് ഭാഗത്തു കൂടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മുൻഭാഗത്തേക്ക് കടന്നു വരികയും നബിതങ്ങളെ കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. പിറകു വശത്ത് കൂടി എന്ത് ചെയ്യേണ്ടത്? സൈന്യം കടന്നു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും ഗൗനിച്ചില്ല. അതിനെതിരൊക്കെ ഖുർആനുണ്ടല്ലോ, സൂറത്ത് അൽ ഇംറാനിലെ 60ഓളം ആയത്തുകളാണ് ഇറങ്ങിയത്. പിറകു വശത്ത് നിന്ന് ഒരു പ്രവാചകനെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നൊക്കെ അന്ന് ചോദിക്കുകയാണ്. എന്ന് ഗൗനിക്കാത്തത് നബിതങ്ങളല്ല പറയുന്നത്. പക്ഷെ എല്ലാവരും മുതലിലേക്ക് വീണുപോയി. അതാണ് യുദ്ധത്തിൽ റസൂൽ പ്രയാസപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ നബിതങ്ങളെ പരിക്കുകളോടെ അള്ളാഹു റസൂൽ ഇവിടെ കടക്കുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് ഷഅബ് ജിറാർ എന്നാ പറയുക. ഷഅബ് ജിറാർ ഇവിടെ ആദ്യം ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പള്ളിയൊക്കെ ഉഷാറാക്കാൻ. അപ്പൊ ഷഅബ് ജിറാറിലേക്കാണ് നബിതങ്ങൾ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നബിതങ്ങളെ നെറ്റിയിലൊക്കെ മുറിവുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ മുറിവുകളോടെ നബിതങ്ങളെ കൈകുത്തിയൊക്കെ ചെയ്തത് അവിടെയാണ്. അവിടെ കണ്ട ഇലക്ട്രിക് പോസ്റ്റ്, അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു തകരന്റെ കഷ്ണം ഇങ്ങനെ മുളച്ചു കിട്ടിയാണ്. അത് അടിയിലേക്ക് ഒരു കോൺക്രീറ്റ്, ഒരു ചെറിയൊരു ഗ്യാപ്പാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. നബിതങ്ങൾ തങ്ങളെ ഇരിക്കുന്നതൊക്കെ അവിടെയാണ്. തായ്ഭാഗാണ്. ശത്രുക്കളെ വന്നു കഴിഞ്ഞാൽ എന്തല്ല
ഒരു സുരക്ഷിതമൊന്നല്ല എന്ന് മനസ്സിലാക്കുകയും നബിതങ്ങൾ അവിടുന്ന് പിന്നീട് കയറിയത് നബിതങ്ങൾ അവിടേക്കാണ്. അവിടെ ഉണ്ടോ വിള്ളല് വേണ്ട ഒരു വിട പോലെ, അതാണ് നബിതങ്ങൾ പിന്നീട് ഇരുന്നത്. നബിതങ്ങളെ തങ്ങളെ കയറാൻ വേണ്ടിയിട്ട് തങ്ങളെ വിഷമിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ആ ഗുഹ എന്ന് പറയുന്നത് ഒരു ഇടുക്ക് പോലെയാണ്. ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ വിസ്താരമുണ്ട്. അവിടെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയും നബിതങ്ങൾ കയറാൻ വേണ്ടിയിട്ട് തങ്ങൾ പ്രയാസപ്പെട്ട സമയത്ത് കൂടെ ഉണ്ടായിരുന്ന തൽഹാ റളിയല്ലാഹു അൻഹു കാൽമുട്ട് നിലത്ത് കുത്തിയിട്ട് ചെസ്റ്റ് കാണിച്ചു. ആ ചെസ്റ്റ് ചവിട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നബിതങ്ങൾ മുകളിലേക്ക് കയറുകയും ആ സമയത്താണ് നബിതങ്ങൾ പറയുന്നത് തുലഹാ നിനക്കെന്തുണ്ട്, സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യണം. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരില്ലേ, പക്ഷേ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഒരാളാണ് ആര്, തൽഹാ റളിയല്ലാഹു അൻഹു. അതേപോലെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അതിന് പെട്ടതാണ്. വെറുതെ അല്ല കേട്ടോ, അവർ ചവിട്ടി കയറിയ കൊണ്ട് മാത്രമല്ല, നബിതങ്ങളെ സംരക്ഷിച്ച 2 വ്യക്തികളാണ്. നബിതങ്ങൾ പറയുന്നുണ്ട് എന്നെ ആര് സംരക്ഷിക്കുന്നു അവർക്ക് സ്വർഗം ഉണ്ടെന്നാ. 50ഓളം പേര് കടന്നു വന്നു. അതിൽ 7 പേരും മദീനക്കാരായിരുന്നു, അൻസ്വാരികളായിരുന്നു. 2 പേരാണ് നബിതങ്ങളെ തുടക്കം മുതൽ അവസാനം വരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് നിന്ന് കയറ്റി നബിതങ്ങളെ സംരക്ഷിച്ചു. ഒന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, 50ഓളം മുറിവുകളാണ് അവരുടെ ശരീരത്തിലെ ഊക്കത്തിൽ കാണപ്പെട്ടത്. അതേപോലെ തൽഹാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 70ഓളം മുറിവുകളാണ്. ഇടത്തെ കൈയിന്റെ വിരലുകളൊക്കെ നഷ്ടപ്പെട്ടതും വലത്തെ കൈക്ക് വെട്ടേറ്റതൊക്കെ ഊഹിദിനതാണ്. പിൽക്കാലത്തൊക്കെ അവർ ചരിത്രം പറയുന്നത്. നബിതങ്ങളെ വഫാത്തിന് ശേഷവും ഉമർ അള്ളാഹുനൊക്കെ മരണപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ആ സമയത്ത് ഉസ്മാൻ തങ്ങളിൽ ബയ്യത്ത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവരെ ഇടത്തെ കൈകൊണ്ട് ചേർത്തിട്ടാണ് എന്ത് ചെയ്തത്, ബയ്യത്ത് ചെയ്തത്. അത്രത്തോളം ഉഹദിന്റെ ഏറ്റ മുറിവിന്റെ ആഴമുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയണം. അപ്പോൾ ഈ ഉഹദിൽ എന്ത് ചെയ്യാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമൊക്കെ കഴിഞ്ഞു, യുദ്ധമൊക്കെ അവസാനിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടി വരുന്നതൊക്കെ ഈ ഭാഗത്തേക്കാണ്. അള്ളാഹു റസൂൽ ഉഹദിൽ മരണപ്പെട്ടു എന്നൊരു കിമ്മത്തില്ല. വന്ന് നോക്കുന്ന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ കൂടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രക്തം ഇങ്ങനെ വാർന്നു വരികയും ഫാത്തിമ റളിയല്ലാഹു അൻഹ വല്ലാതെ വിഷമിക്കുകയും ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിന് ദാഹിക്കുകയും ഉഹദിന്റെ അങ്ങേയറ്റത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒഴുകുന്ന ഒരു ചെറിയൊരു ചാലാണ്, എപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട് ഭാഗം, അതിൽ ചില കുഴികളുണ്ടാവും വെള്ളം കെട്ടി നിൽക്കുന്നത്. അതിന്ന് വെള്ളം കൊണ്ടുവന്നു. നബിതങ്ങൾ കുടിക്കാൻ നോക്കിയ സമയത്ത് നബിതങ്ങൾ കുടിച്ചില്ല, കാരണം അത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ്, ഒഴിക്കുന്നില്ല. അതുകൊണ്ട് മുറിവുകളൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി പിന്നീടാണ് നബിതങ്ങൾ നിസ്കരിക്കുന്നത്. ഇവിടെയാണ്, ഇതൊരു പള്ളിയാണ് ആ കാണുന്നത്. അപ്പോൾ നബിതങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുകയും തിരക്കാൻ അനുഭവപ്പെടുകയും നബിതങ്ങൾ തിരിഞ്ഞ് പുറത്തോട്ട് നോക്കുന്ന സമയത്ത് പുറത്തുകാരുണ്ട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത സഹാബികൾ തന്നെ സ്ഥലം കിട്ടാതെ വിഷമിക്കുന്നു. ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗകര്യം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ആര് വന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വഹി വരികയാണ്. വീണ്ടും സൂറത്ത് മുജാദില എന്ന് പറയുന്ന സൂറത്തിൽ 11ാമത്തെ ആയത്തിറങ്ങാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി വഫ്സഹു യഫ്സഹുല്ലാഹു ലക്കും. സത്യവിശ്വാസികളെ, സദസ്സിലെ അല്ല നിങ്ങളോട് വിശാല ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, സൗകര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൗകര്യം ചെയ്യുക. ഈ ആയത്തിറങ്ങിയ സമയത്ത് സ്വഹാബികൾ സൗകര്യം ചെയ്തു കൊടുക്കുകയും ഇവിടെ ഇരുന്നിട്ട് ളുഹ്ർ അസറിലേക്ക് എന്ത് ചെയ്തു, ജമ്മായിട്ട് നിസ്കരിച്ചു. ചില ഹദീസുകളൊക്കെ ജമ്മും കസുമായിട്ട് ചുരുക്കി നിസ്കരിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ഉഹദ് ഖുർആന്റെ വഹി ഇറങ്ങിയത് കൊണ്ട് മസ്ജിദുൽ തഫസ്സഹു എന്ന ആയത്തിറങ്ങുന്നത്. അത് പള്ളി അതാണ് കേട്ടോ, പണം നോക്കിയിട്ട് വരും കേട്ടോ. ഇതാണ് നല്ല മദീനയിലൊക്കെ പറഞ്ഞാൽ വെള്ളത്തിന് ചെറിയൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ വെള്ളം എന്ന് പറയുന്നത് ചെറിയൊരു ഉപ്പിന്റെ അംശമാണ്. നമ്മളെ തോട്ടത്തിലൊക്കെ ഇറങ്ങുന്ന നേരം നാവിന് വെള്ളമാക്കി നോക്കിയാൽ ഉപ്പായി വരും. അതാണ് ആ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ കിണറ്റിന് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ കിണറും ഈ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഉസ്മാൻ തങ്ങളതല്ല, അന്ന് ഇതൊരു ജൂതന്റെ കയ്യിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു റൂമ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് റൂമത്തുൽ ഗൈഫാരി എന്നായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കൊക്കെ വെള്ളം കച്ചവടം ചെയ്തു. ഒന്നുകിൽ പണത്തിന്, പണല്ലേ, ഈ തക്കായത്തിന്, അങ്ങനെ ബിസിനസ് ആയിരുന്നു. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭാറിക്കുകയും നബിതങ്ങൾ എന്ത് ചെയ്തു, ഒരു സാബിയെ പറഞ്ഞൊക്കെ ചെയ്തു. അല്ലാഹു റസൂൽ ഈ കിണർ അധികം ചെയ്യണം എന്ന് പറയാണ്. ആ സമയത്ത് ജൂതം പറഞ്ഞ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ്, ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ദാനം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് നബിതങ്ങൾ പറയുന്നത്, ആരാണോ ഈ കിണർ വിലക്ക് വാങ്ങി ഇസ്ലാമിന് വേണ്ടിയിട്ട് നൽകുന്നത് അവർക്ക് നാളെന്നുണ്ട് സ്വർഗത്തിൽ ഈ കിണർ നൽകും, സ്വർഗം കിട്ടാണ്. ആ സമയത്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് കടന്നു വരികയും അങ്ങനെ ഉസ്മാൻ തങ്ങൾ എന്ത് ചെയ്യാണ്, ഇത് വാങ്ങാനെന്ന് നോക്കിയ സമയത്ത് ജൂതനെ പണം കൂടുതലായിട്ട് ചോദിച്ചു. നമ്മൾ ആവശ്യക്കാരുണ്ട് എന്ന് അറിയാണ്, അങ്ങനെയാണല്ലോ. അങ്ങനെ ഗഡുക്കളായിട്ടാണ് എന്ത് ചെയ്തത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് വാങ്ങിയിട്ട് ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത് എന്നൊക്കെ പറയുന്ന മലയാണ് കേട്ടോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമിയുടെ എല്ലാ ഭാഗത്തും അവസാന കാലഘട്ടത്തിൽ സമയത്ത് പല ഫിത്നകൾ കടന്നു വരുന്ന. അപ്പൊ അതിലൊരു ഫിത്നയാണ് ഇത് ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്ന ഫിത്ന.
അപ്പൊ ദജ്ജാൽ എന്ത് ചെയ്യും? എന്റെ മദീനയിലും വരും. ഇവിടെ ജബലി ജറഫിലാണ് വരിക. അപ്പൊ ജറഫിൽ വരികയും ദജ്ജാൽ വന്നിട്ട് അറബിനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയൊക്കെ ചെയ്യും, ആരാണ് ആ കാണുന്ന വെള്ള കൊട്ടാരം എന്ന് ചോദിക്കുന്നത്. കൊട്ടാരം എന്ന് ഉദ്ദേശിച്ചത് എന്തിനെ കുറിച്ചാണ്? അറബിനെ കുറിച്ചാണ് കേട്ടോ. അന്ന് കൊട്ടാരാണോ? അറബ് ചെറിയ ഈത്തപ്പന പോലെ കൊണ്ടുണ്ടാക്കിയ ചെറിയ പള്ളിയല്ലേ, ഇന്ന് കൊട്ടാരമായി കഴിഞ്ഞു അല്ലേ, വീണ്ടും പണി നിന്നില്ല. അങ്ങനെ 3 പ്രാവശ്യം ചോദിക്കുകയും ആരും പ്രതികരിക്കാതിരിക്കുകയും ദജ്ജാൽ എന്ന് പറയും, എനിക്കറിയാതെ മുഹമ്മദിന്റെ കൊട്ടാരാണ് എന്നൊക്കെ പറയും. ദജ്ജാൽ ചില കഴിവുകളൊക്കെ കാണിക്കും. ആകാശത്ത് നിന്ന് തീമഴ വർഷിക്കും, മനുഷ്യരെ 2ആയിട്ട് പിളർത്തും, പിളർത്തിയവനെ തന്നെ എന്ത് ചെയ്യും? കൂട്ടി യോജിപ്പിക്കും. ഞാനാണ് ആരെ? റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞായിട്ട് വാദിക്കും. അപ്പൊ സത്യവിശ്വാസികൾ എന്നില്ല, അതിൽ അകപ്പെടില്ല. സത്യനിഷേധികൾ, ഈമാനില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ദജ്ജാലിനെ പിൻപറ്റും എന്ന് ആര് പറയണേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പൊ ദജ്ജാൽ കടക്കാത്ത ഭൂമിയിൽ 2 സ്ഥലങ്ങളാണ്, 2 ഹറമുകളാണ്, മക്കയും മദീനയും. അവിടേക്ക് എന്തില്ല? ദജ്ജാൽ കടക്കില്ല എന്ന് ചരിത്രം പറയാണ്. അപ്പൊ ഈ ഹറമിന്റെ പരിധി കാണാം, കണ്ട ആർച്ച് കണ്ട, എന്താ ഫറമേരി അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, 2 സൈഡ് കാണാം. ഹറമിന് ചുറ്റും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ബോർഡ് നോക്കിയാൽ കണ്ടോ, തബൂക്ക് ഹൈബറൊക്കെയാണ് കേട്ടോ. കണ്ടോ ബോർഡ്? ജോർദാനിലേക്കൊക്കെ പോകുന്ന സ്ഥലമാണ്. നമ്മൾ ചിന്തിക്കുന്ന സംഭവം തബൂക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊന്നല്ല, ഒരുപാട് ദൂരം കിടക്കുന്നുണ്ട്. അന്നത്തെ കാലത്തൊക്കെ സഹാബികളെ നിബിധങ്ങളൊക്കെ പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കി, മാസങ്ങളോളം യാത്ര ചെയ്തതാണ് തബൂക്ക് ഇതൊക്കെ. ഇന്നിപ്പോ തന്നെ തബൂക്കിലേക്ക് നമ്മുടെ വാഹനത്തിൽ ഇപ്പോ 120, 150 ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ 5-8 മണിക്കൂറിലധികം എന്ത് ചെയ്യണ്ടേ വരുന്നുണ്ട്. കിബിലത്തെയും 2 കിബില, ഒരേ നിസ്കാരത്തിൽ കിബില മാറിയ പള്ളിയാണ് കിബിലത്തെയും. അതുകൊണ്ടാണ് ആ പള്ളിക്ക് കിബിലത്തെയിൻ എന്ന പേരിൽ പള്ളി അറിയപ്പെടുന്നത്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നൊരു സംഭവമാണത്. ബൈത്തുൽ മുഖദ്ദസിലെ ഫലസ്തീൻ ഖിബ്ലയായിട്ട് നിസ്കരിക്കുന്ന സമയത്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഒരു സ്വഹാബി വനിതയെ കാണാമെന്ന ഉമ്മു ബിശ്ർ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിതയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സന്ദർശിക്കുകയും നിങ്ങളെ അവരെ രോഗശമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ളുഹ്റിന്റെ സമയമായി. ചില ഹദീസുകളൊക്കെ അസർ പറയുന്നുണ്ട്. അപ്പൊ ളുഹ്റിന്റെ സമയമായ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ഇവിടെ നിസ്കരിക്കുകയാണ് ഇമാമായിട്ട്. ബൈക്കിലെ സ്വഹാബികളുണ്ട്, മഅ്മൂമീങ്ങൾ. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് ഈ ഭാഗത്തേക്കാണ്, എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നിത് 2 റക്അത്ത് കഴിഞ്ഞ നബിതങ്ങളെ മനസ്സിലൊന്ന് ആഗ്രഹിച്ചു പോയി, എന്റെ മക്കളെ കഅബ ഖിബ്ലയായിട്ട് നിസ്കരിച്ചാലും നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് തന്നെ ആര് വന്നു? ജിബ്രീൽ അലൈഹിസ്സലാം വഹി വരികയാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തിറങ്ങണം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ വലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. എന്തായി? ബൈത്തുൽ മുഖദ്ദസ് എന്തായിട്ടുണ്ട്? ഹറാമാക്കി. അങ്ങ് ആഗ്രഹിച്ച, അങ്ങ് ഉദ്ദേശിച്ച അങ്ങയുടെ കഅബയിലേക്ക് എന്ത് ചെയ്യാം? അങ്ങയുടെ മുഖം തിരിച്ചാലും എന്ന് ആയത്തിറങ്ങുകയും അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നിസ്കാരത്തില് ഖിബ്ല എന്ത് ചെയ്യാണ്? മാറി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചൊരു സ്ഥലമാണ് കേട്ടോ. പള്ളികളൊക്കെ ഉണ്ടായിരുന്നു, സബഅ മസാജിദ് എന്നൊക്കെ പറയുന്ന ഭാഗം. അപ്പൊ ഖന്തഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഉഹുദിന് ശേഷമുള്ള യുദ്ധമാണ്. ഉഹുദ് യുദ്ധല്ലേ, അതിന് ശേഷമുള്ള യുദ്ധമാണ്. അപ്പൊ എന്ത് ചെയ്യും? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തില് ഉഹുദില് നമ്മൾ 3000 ശത്രുക്കളാണെങ്കിൽ ഇവിടെ 10,000 മക്കക്കാരെ മാത്രല്ല, മദീനയിലുള്ള മറ്റു മതസ്ഥരില്ലേ, ജൂതന്മാരൊക്കെ, അവരൊക്കെ എന്ത് ചെയ്യാണ്? ശത്രുപക്ഷത്ത് കൂടിയിട്ട് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മദീനയുടെ ഒരു ആധിപത്യം മാറിക്കുള്ളതായി, ജൂതന്മാർക്കുള്ളതായി, മുനാഫിക്കുകൾക്കൊക്കെ ഉള്ളതായി. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഭിനങ്ങളെ ചർച്ചകളൊക്കെ ചെയ്യുകയും അതിലൊരു ബെസ്റ്റ് ഐഡിയ പറഞ്ഞ ഒരു സാബിയായിരുന്നു ആര്? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി. ഒരു പേർഷ്യൻ തന്ത്രം കേട്ടോ. അപ്പൊ ആ കടങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും കാണാനില്ല. അത് റോഡൊക്കെ കടങ്ങിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ മലയുടെ മുൻഭാഗത്ത് കൂടിയാണ് കിടങ്ങ് കയറുന്നത്. ഇതൊക്കെ മലയാണ്, വലത്തെ ഭാഗത്തുണ്ടാവും. ഈ മലയുടെ മുൻഭാഗത്ത് കൂടി കിടങ്ങ് കയറിയിട്ട് ശത്രുക്കൾ വരുന്ന സമയത്ത് ഉൾഭാഗത്താണ് ആര് നിൽക്കുക?
മുസ്ലിം സൈന്യം ബേക്ക് ഭാഗത്തു കൂടി പെട്ടെന്ന് എന്ത് ചെയ്യില്ല, എത്തിപ്പെടാൻ സാധിക്കില്ല. കടകിന്റെ നീളം എന്ന് പറയുന്നത് 2700 മീറ്റർ ആയിരുന്നു. 4.2 കടകിന്റെ വീതി, 3.3 കടകിന്റെ ആഴമായിരുന്നു. അപ്പൊ അത്രയും നീളത്തിലും വീതിയിലുള്ള ഒരു കടങ്ങ് കയറിയിട്ടാണ് എന്ത് ചെയ്തത്, ശത്രുക്കളെ തടഞ്ഞത്. അപ്പൊ കടങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ കടങ്ങേറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിലേക്ക് ഒരു സാബി വരികയാണ്. അല്ലാഹു റസൂലെ വിശന്നിട്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വയറ്റത്തെ കല്ല് വെച്ചിട്ടതാണ് എന്ന് പറയുന്നത്. അപ്പൊ നിമിതങ്ങൾ അതിനെ പ്രതികരിക്കുന്ന നിമിതങ്ങളെ വയറ്റത്തെ 2 വലിയ കല്ല് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ സാബി തിരിച്ചുപോയി. ആരോടാണ് പരാതിപ്പെട്ടത്? എന്നേക്കാൾ കൂടുതൽ വിശപ്പുള്ള പ്രവാചകനോട്. ആ ഒരു സംഭവം കണ്ടൊരു വ്യക്തിയായിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹു. ഇതാണ് ജാബിർ അല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. ജാബിർ അല്ലാഹുവിനെ ഈ വീട്ടിലോട്ട് ഓടുകയും അദ്ദേഹത്തിന്റെ ഭാര്യ സുഹൈല ബീബി റളിയല്ലാഹു അൻഹ അവരോട് പറയാണ്, എന്താണ് പാകപ്പെടുത്തി കൊടുക്കാനുള്ളത്? അള്ളാഹു റസൂൽ സഹാബികളൊക്കെ പട്ടിണിയിലാണ്. ആ സമയത്താണ് ഭാര്യ പറയുന്നത്, നമ്മളെ വീട്ടിലെത്തും കുട്ടിയുണ്ട്, അതിനെ അറുത്തിട്ട് ഇതാമുണ്ടാക്കാം, ഗോതമ്പിന്റെ മാവ് കൊണ്ട് റൊട്ടിയും. പറഞ്ഞ പേർക്കുള്ള ഭക്ഷണമാണ്, പക്ഷേ 1000-ൽ താഴെ, 700-ൽ താഴെ എന്നൊക്കെ പറയുന്നത് എല്ലാവരും നിബിധങ്ങൾ ചോദിച്ചു. അപ്പൊ നിബിധങ്ങൾ എന്തെങ്കിലും ഒരു മുജിസത്ത് എടുക്കും അല്ലേ? നിബിധങ്ങൾ ആ ഭക്ഷണത്തിൽ മന്ദിക്കുകയും എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടായി. ആ സംഭവം നടന്നത് ഇവിടെയാണ്. ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് ബനി ഹറാം. അവിടെ ചുവണമല കണ്ടോ, ഷാബ് ബനി ഹറാം സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. വീടൊക്കെ പള്ളികളാണ് പിന്നീട് കേട്ടോ. ഇനി വീടിനതാകണ കരിങ്ങലൊക്കെ വെച്ചിട്ട് ഓരോരോ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക. വെരിപ്പളാണ് നേരം എടുത്തത്. ഈ മലയുടെ പേരാണ് ജബൽ തവാബ് എന്നൊക്കെ പറയുന്ന മലയാണ് കേട്ടോ. ഈ മല ഹമ്മക്കിന്റെ ഭാഗമുള്ള മലയാണ്. അപ്പൊ മലകൾക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ താരീഖ് നോക്കിയാൽ കാണാം. അപ്പൊ ഈ മലയുടെ മുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, രാത്രി കാലങ്ങളിലൊക്കെ നിബന്ധനകൾ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ്. ആ കാണുന്ന അവിടെ കണ്ട മുസല്ലട്ടെ ഇറങ്ങി കാണണമെങ്കിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ച പോയി. ആ ഗുഹയിൽ ഒരു ചരിത്രം കൂടി ഉണ്ട് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കിയിട്ട് ഒരു സഹാബി കടന്നു വരികയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയും, അപ്പോ സഹാബികൾ ആരോ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജബൽ സിലയിലേക്ക്, ഈ മലയുടെ പേരാണ് ജബൽ സില, ജബൽ ഖബാബ് എന്നൊക്കെ പറയുന്ന മലയാണ്. ജബൽ സിലയിലേക്ക് നബിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കയറുന്നതായിട്ട് കണ്ടു എന്ന് പറയാം. അപ്പൊ നബിതങ്ങൾ തിരക്കി പോയി നോക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. ആ സുജൂദ് ഒരുപാട് നേരം ചെയ്തു, നീണ്ടു നിന്ന് പോയി. നബിതങ്ങൾ പറയാണ്, മുആദ് എന്നവരെ എവിടെ ആരുണ്ടായിരുന്നു? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നു. എവിടെ? അവിടെ. അങ്ങനെ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മത്തികൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅലം എന്ന് നബിതങ്ങൾ മറുപടി നൽകി. അപ്പൊ ജിബ്രീൽ തിരിച്ചു പോവുകയും വീണ്ടും വരികയും വീണ്ടും വന്നിട്ട് പറഞ്ഞു, നിന്റെ ഉമ്മത്തി എന്ത് ചെയ്യില്ല, അള്ളാഹ് വിഷമത്തിലാക്കില്ല, പ്രയാസത്തിലാക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, സുജൂദിലേക്ക് പ്രവേശിക്കുകയും ആ സുജൂദ് ഒരു